അല്ല എന്താ കണ്ടതെന്ന് വെച്ചാൽ എന്നോട് അത് തുറന്നു പറ. എന്താ കണ്ടത്? ഞാനല്ലേ അത് പരിഹരിക്കേണ്ടത് അല്ലേ? അമ്മയടുത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ? അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആ വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ ഉള്ളതെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറ. എന്താ പറയടി? പറയാനില്ലേ? എന്നാ പിന്നെ ഓടിച്ചിട്ടുണ്ടല്ലോ. എന്താ ആങ്ങളെയാണ് പാറ വെക്കാൻ വന്നിരിക്കുന്നു. ആസത്തുക്കള് ഉള്ള ഉടായ്പ തേച്ചും കൈമലുണ്ട് രണ്ടിനും. അതെ, അവന് കൂടുതലെങ്കിലും വിശ്വസിക്കുന്നു വേണ്ട. അവന്റെ എല്ലാ കയ്യിലിരിപ്പും അവന്റെ കയ്യിലുണ്ട്. എല്ലാ കയ്യിലിരിപ്പും അവന്റെ കയ്യിൽ മടക്കി അവിടെ വെക്കട്ടെ. അതിന് എനിക്കെന്താ പാർഷ്യാലിറ്റി? അത് എനിക്കുണ്ട്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അതല്ല, നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡയലോഗ്. അവൻ എന്തോ ആകാം, അവൻ എങ്ങനെയാ നടക്കുക. നിങ്ങൾ പെമ്പിളാരാണ് സൂക്ഷിക്കേണ്ടത്. അവൻ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവൻ എന്നോട് എപ്പോഴും തുറന്നു പറയാറുണ്ട്. നിങ്ങളല്ലേ ഒളിപ്പിച്ച് ഇതാക്കി നിങ്ങളെ ഫോണിന് കുത്തി ഞാൻ വരുമ്പോ ഇങ്ങനെ കളിക്കുന്നത്. നിങ്ങളല്ലേ അങ്ങനെ കളിക്കുന്നത്? അവനോട് ചോദിച്ചു. അവൻ ഫോണിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവൻ ഫോണിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാറ്. അവൻ എന്റെ മുന്നിൽ തന്നെയാ നോക്കുന്നത്. ആ പാർക്ക ഉടായിപ്പുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. വിചാരിച്ചോ നിങ്ങൾ അത് പഠിച്ചു വെച്ചതുകൊണ്ടാ ചെക്കൻ അങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അമ്മ എല്ലാത്തിനും രണ്ടുപേരും എന്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. അപ്പുറത്തേക്ക് പോട്. അങ്ങോട്ട് പോ. നാണം കെട്ട സാധനങ്ങൾ. അച്ചമ്മേന്റെ എല്ലാ ഉടായ്പും പഠിപ്പിച്ചു വെച്ചു. ഞാനേ അവിടെ നിന്ന് പറയാണ്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന എന്നാന്നറിയോ? നിങ്ങളുടെ വീട്ടുകാർ കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. നന്നായി, നീ കാര്യം പറ. നിങ്ങളുടെ അച്ഛൻ മരിച്ച സമയത്ത് ആരാ അടുത്തോണ്ടായിരുന്നത്? അത് അമ്മയും പെങ്ങളും ആണല്ലോ. അല്ലാണ്ട് നാട്ടുകാരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഈ സ്വർണ്ണപ്പല്ല് എടുത്തേക്കണത് ഒന്നുകിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങള്. അമ്മ എടുത്തെങ്കിൽ അമ്മ എന്നോട് പറയത്തില്ലേ? ആണല്ലേ? എന്നാ പിന്നെ ഉറപ്പിച്ചോ നിങ്ങളുടെ പെങ്ങൾ അടിച്ചു മാറ്റിയതാണ്. ആണ്, അത് എത്തേണ്ട അടുത്ത് എത്തി. നീയാണ് വെറുതെ അമ്മേനെ ദേഷ്യപ്പെടുത്തിയേ. ഞാനോ? അവൻ എല്ലാരും വീട്ടിലെ കയ്യിലെടുത്ത് വെച്ചേക്കുവല്ലേ. എല്ലാവർക്കും വിശ്വാസമാണ്. നമുക്ക് അവനിട്ട് നല്ലൊരു പണി കൊടുക്കാം. നമുക്കേ അച്ഛൻ്റെ അടുത്ത് പോയി പറയാം. ആപ്പിള് തലേ വീട് ഓർത്താണ് അങ്ങനെ ചിന്തിച്ചിരിക്കണത്. എന്റെ പ്രകാശം, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കാതെ നിങ്ങളുടെ പെങ്ങളെ വിളിച്ച് കാര്യമൊന്നും നൈസായിട്ട് തിരക്ക്. അച്ഛാ, എന്തുവാണ് ഇത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബിസിനസ് സംസാരിച്ചോണ്ടിരിക്കുന്ന എന്റെ കച്ചാ കൊച്ചാന്ന് പറഞ്ഞു വരുന്നത് ഈ അങ്ങളുടെ കൂടെയുള്ള ബിസിനസ് അല്ലേ? പ്രകാശ്, എനിക്ക് ഈ കൊച്ചിന്റെ സംസാരം തീരെ പിടിക്കണല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിട്ടുകളാ പിള്ളേരല്ലേ. അച്ഛാ, സഞ്ജു വഴി തെറ്റി പോയിക്കൊണ്ടിരിക്കാട്ടാ. ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്താ പോരെ? ഈ അങ്കിള് ഏതാ കൊണ്ട് കളഞ്ഞേ. അച്ഛാ, അതല്ല, അവന്റെ സ്വഭാവം ഇപ്പൊ അത്ര ശരിയല്ല. എന്റെ അഭിപ്രായത്തിൽ സഞ്ജു നല്ലൊരു പയ്യനാട്ടോ. അത് അങ്കിളാണോ തീരുമാനിക്കണേ? അച്ഛൻ ഞാൻ പറയാം. ഈ സോഷ്യൽ മീഡിയ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടുവേ. ഉറപ്പായിട്ടും. അച്ഛൻ അവന്റെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇവർ എപ്പം നോക്കിയാലും ഫോൺ വിളിയാ. അച്ഛൻ ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായല്ലോ? കാര്യം പിടികിട്ടിയല്ലോ. അച്ഛനെങ്കിലും മനസ്സിലായല്ലോ. അച്ഛനെ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ അച്ഛൻ്റെ അടുത്തൊന്ന് പറഞ്ഞത്. ഞാൻ കൈകാര്യം ചെയ്തു. ധൈര്യമായിട്ട് പോകും. നന്നായി കേട്ടാ, പറഞ്ഞ നന്നായി. പിന്നല്ല, നീ കാര്യം പറ. അതെ, ഈ അച്ഛനമ്മമാര് മരിച്ചു കഴിഞ്ഞാല് അവരുടെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റുന്നത് പെമ്മക്കളാ. അതൊരു പ്രപഞ്ച സത്യമാണത്. അപ്പൊ ഇത് ഉറപ്പാ? അവള് തന്നെ അടിച്ചു മാറ്റിയതാ? ഉറപ്പാണത്. എടാവേ, അച്ഛന് 3 സ്വർണ്ണപ്പല്ല ഉണ്ടായിരുന്നു. കണക്ക് പ്രകാരം ഒരു പല്ല് അമ്മയ്ക്ക്, ഒരു പല്ല് എനിക്ക്, ഒരു പല്ല് സരിതയ്ക്ക്. ആണോ? അതെ. അമ്മയെ നോക്കുന്നത് ഞാനല്ലേ? പിന്നെ അപ്പൊ 2 സ്വർണ്ണപ്പല്ല് എനിക്ക് അവകാശപ്പെട്ടതാ. തീർച്ചയായിട്ടും. അവള് 3 അടിച്ചോണ്ട് പോയില്ലേ? വിടത്തില്ലേ? ആ 3 വേണ്ട, 2 ഞാൻ കൃത്യമായിട്ട് പിടിച്ചു പറ്റും. നമുക്ക് പരിപാടി ഒപ്പിക്കണം. നീ വാ. നീ ആ കൂടോത്രക്കാരി ഗീതയുടെ ഫോട്ടോ എന്തിനാ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു? അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. എടി, അവൾ അത്ര ശരിയല്ലെന്ന് ഞാൻ നിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അവളെത്ര പ്രശ്നക്കാരിയാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. മൂത്തവര് പറയുന്നെങ്കിലും ഒന്ന് അനുസരിക്കാൻ പഠിക്കും. നിങ്ങളെ കുറ്റങ്ങൾ നിങ്ങളെ മുഖത്ത് നോക്കി പറയുന്നുണ്ടല്ലേ നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലാത്തത്. എന്നെ കുറ്റം പറയാൻ അവളാരടി? അഥവാ അവൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവളെ നിലനിർത്താൻ ഈ സരസ്വതി നമുക്ക് അറിയാം കേട്ടോ. എന്നാ പിന്നെ അവളോട് അങ്ങ് നേരിട്ട് പോയി പറഞ്ഞാ പോരെ. പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിങ്ങനെ തുള്ളണ. അപ്പൊ നീ അത് ഡിലീറ്റ് ചെയ്ത് കളയില്ലല്ലേ? ഞാൻ എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ഞാൻ ഡിലീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. അവള് ഫോട്ടോയിൽ വരെ കൂടോത്രം ചെയ്യുന്നതാണേ. ഇത് നീ ഡിലീറ്റ് ചെയ്യില്ലേ, നീ അനുഭവിക്കും. സത്യമായിട്ട് നീ അനുഭവിച്ച പഠിക്കുള്ളൂ. തള്ള വാ തുറക്കുന്നതന്നെ എന്നെ കുറ്റം പറയാനും തിന്നാനും കള്ളത്തരം പറയാനാ.